നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. തന്നെ പുനർനിയമിക്കണം എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് കാട്ടി കോടതി അലക്ഷ്യം ഹർജി ഇന്ന് സെൻകുമാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ വിധി നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി അലക്ഷ്യം സമർപ്പിക്കാനുള്ള സമയം ആയോ? സർക്കാർ ഈ കാര്യത്തിൽ എന്ത് കൊണ്ടാണ് കാര്യങ്ങൾ വൈകിക്കുന്നത് എന്ന് പറയുന്നത്. ഒപ്പം സെൻകുമാറിനെ ഇനി വീണ്ടും നിയമിച്ചാലും ഒരു ജനാധിപത്യ സർക്കാർ എടുക്കുന്ന തീരുമാനത്തേക്കാൾ കോടതിയാണോ ഇത്തരം പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് അവസാനമായി തീരുമാനിക്കേണ്ടത്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴും സെൻകുമാർ ഈ രീതിയിൽ കൃത്യമായി തൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഒരു ബ്ലാക്ക് മാർക്കും കാണിക്കാത്ത ഉദ്യോഗസ്ഥൻ തന്നെ ആയിരുന്നു. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. സെൻകുമാർ കേസിൽ കോടതി അലക്ഷ്യവും ഒപ്പം സർക്കാരിൻ്റെ നിലപാടും ആണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സമിതി അംഗം K വരദരാജൻ, മുതിർന്ന അഭിഭാഷകനും മാധ്യമ നിരൂപകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, TP സെൻകുമാറിനെ വീണ്ടും നിയമിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അക്കാര്യത്തിൽ വിധിയിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ നിരീക്ഷിച്ച ഒരാൾ കൂടിയാണ് താങ്കൾ. ആ വിധിയിൽ ഒരുപാട് അവ്യക്തതകളുണ്ട് എന്ന് സർക്കാർ ഇപ്പോൾ കാണുകയും അക്കാര്യത്തിൽ നിയമോപദേശം തേടുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയുമാണ്. ഇപ്പോൾ കോടതി അലക്ഷ്യം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് TP സെൻകുമാർ പോകാനുള്ള സമയം സ്വാഭാവികമായി ആയിട്ടുണ്ടോ? അല്ല, സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ വിധിയാണ് സുപ്രീം കോടതി നൽകിയത്. സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻറ്റിന് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിച്ചു. അപ്പോൾ സ്വാഭാവികമായും മുൻപിരുന്നയാളെ നീക്കം ചെയ്യേണ്ടി വരും. അത് സെൻകുമാറായിരുന്നു. സെൻകുമാറിനെ നീക്കം ചെയ്ത നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും കേരള ഹൈക്കോടതിയും ശരിവെച്ചതാണ്. അപ്പോൾ അതിൽ പ്രഥമദൃഷ്ടിയ അത്ര വലിയൊരു അപാകത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കാരണം എന്തായാലും സുപ്രീം കോടതി അതിൽ ഇടപെട്ടു. സെൻകുമാറിനെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണം എന്ന ഉത്തരവുണ്ടായി. അത് ശരിയാണ്. പക്ഷേ ആ ഉത്തരവ് കേട്ടപാടെ TV-യിൽ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചതുകൊണ്ടോ ഉടൻ നടപ്പാക്കാൻ കഴിയുന്ന രീതിയിൽ അനായാസമായി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൽ ചില വൈഷമ്യങ്ങളുണ്ട്. ആ വൈഷമ്യങ്ങൾക്ക് പുറമെ ചില അവ്യക്തതകൾ, വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളും അവിടെ ഉണ്ട്. അതിനൊക്കെ സർക്കാരിന് സമയം വേണം. സർവോപരി സർട്ടിഫൈഡ് കോപ്പി എന്നൊരു സംഗതി ഉണ്ടല്ലോ. സുപ്രീം കോടതി വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി ആ കാര്യത്തിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കിട്ടിയിട്ട് 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇത്ര തിടുക്കത്തിൽ സെൻകുമാർ കോടതി അലക്ഷ്യ ഹർജിയുമായി സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വഹിക്കാൻ പോകുന്ന ആ വലിയ പദവിക്ക് നിരക്കാത്ത രീതിയിലുള്ള ചില ഒരു ധൃതി കൂട്ടൽ, ആ ധൃതി കൂട്ടൽ എന്നൊക്കെ പറയുമ്പോൾ അത് ചില ദുരുദ്ദേശങ്ങൾ സ്വാഭാവികമായും സംശയിക്കും. ആ ദുരുദ്ദേശങ്ങൾ തന്നെയാണ് സർക്കാരിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഘടകം. ശരി. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യം കുറച്ചു ദിവസമായി പറയുന്നുണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുകയല്ലേ വേണ്ടത്, പെട്ടെന്ന് നടപ്പിലാക്കൂ എന്ന് പ്രതിപക്ഷ നേതാവും അങ്ങേപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ സെൻകുമാർ ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു തിടുക്കം കാണിച്ചുകൊണ്ട് കോടതി അലക്ഷ്യമാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോകുന്നു. അദ്ദേഹം ഏത് പോസ്റ്റിലേക്കാണ് വരുന്നത് എന്നുള്ളത് അറിയാമല്ലോ. സംസ്ഥാനത്തെ പോലീസ് സേനയുടെ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ കൃത്യമായി ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു പോസ്റ്റിലേക്കാണ് അദ്ദേഹം വരേണ്ടത്. ആ കാര്യത്തിൽ അദ്ദേഹം ഈ സംസ്ഥാന സർക്കാർ അലക്ഷ്യം കാട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നത് ഇപ്പോൾ
ഇതിന് മുൻപുള്ള നടപടികളും ഞാനൊന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. ഈ കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം വിധി കാത്തിരുന്ന അവസരങ്ങളിൽ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരായി പറഞ്ഞ എത്രയോ ഘട്ടങ്ങളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ചില വിജിലൻസ് കേസുകൾ ഇന്നിപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയുള്ള സെൻകുമാർ ഈ രീതിയിൽ ധൃതി കാട്ടി സംസ്ഥാന പോലീസ് സേനയുടെ തലപ്പത്തേക്ക് വരാനുള്ള കോർട്ടലക്ഷ്യ ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് എത്രത്തോളം ന്യായീകരിക്കാനാകും? ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ശ്രീ സെൻകുമാറിനെ തിരികെ അദ്ദേഹം വഹിച്ച സ്ഥാനത്തേക്ക് നിയമിക്കണം എന്നൊരു വിധി വന്നിരിക്കുന്നു. ആ വിധിയിൽ അവ്യക്തതയുണ്ട് എന്ന് ഗവൺമെൻറ്റാണ് പറയുന്നത്. ഗവൺമെൻറ്റിന് പറയാൻ അവകാശമുണ്ട്. വിധിയിൽ അവ്യക്തതയുണ്ടെങ്കിൽ അത് പറയാൻ അവകാശമുണ്ട്. പക്ഷേ ഈ നിയമനം ഉടനെ തന്നെ നടത്തേണ്ടതാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ നിയമവകുപ്പ് സെക്രട്ടറിയാണ് ഗവൺമെൻറ്റിനോട് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഉപദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് സംശയം? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കഴിഞ്ഞ ദിവസവും ഈ കാര്യമാണ് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ. നിയമ സെക്രട്ടറി ഈ പറഞ്ഞ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. അതാണ് പ്രമുഖമായ ചില മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടത്. അതുമാത്രമാണ് അങ്ങേപ്പോലുള്ളവർ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ നിയമ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടണം, ഒപ്പം ലീഗൽ കൗൺസിൽസിൻ്റെ, പ്രമുഖമായ ലീഗൽ കൗൺസിൽസിൻ്റെ ഒക്കെ ഉപദേശം തേടണം ഇക്കാര്യത്തിൽ എന്ന് ഈ പറഞ്ഞ ഉപദേശത്തിൻ്റെ താഴെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അവഗണിക്കേണ്ടതുണ്ടോ? ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ, ഒരു ജനാധിപത്യ സർക്കാരിൽ ഇത്തരം പദവിയിലേക്ക് വരുമ്പോൾ സെൻകുമാർ കൂടി ഓർക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിയമ സെക്രട്ടറി തിരികെ എടുക്കണം എന്ന ഒരു നിർദ്ദേശം കൊടുക്കരുത്. തിരികെ എടുക്കണം എന്ന നിർദ്ദേശം കൊടുക്കാതെ ഈ കാര്യത്തിൽ ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തുന്നില്ല. അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെയും പുറമേ നിന്നുള്ള ഈ കേസ് വാദിച്ചതോ അല്ലാത്തതോ ആയ വക്കീലന്മാരുടെ, പ്രഗത്ഭരായ വക്കീലന്മാരുടെ ഉപദേശം തേടിയതിനു ശേഷം ഗവൺമെന്റ് ഒരു നിഗമനത്തിൽ എത്തുന്നതായിരിക്കും ഉചിതം എന്ന് അദ്ദേഹം പറയണമായിരുന്നു. അത് പറയാതെ അദ്ദേഹം പറഞ്ഞത് തിരികെ എടുക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരികെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഉടനെ തീരുമാനമെടുക്കേണ്ടുന്നത് പകരം ഇത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത് സെൻകുമാർ അദ്ദേഹത്തിൻ്റെ അനുവദനീയമായ അവസരങ്ങൾക്ക് കുറവ് വരുത്തുന്ന എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പൊതുജന സമൂഹം വിലയിരുത്തുന്നതായി നമുക്ക് തോന്നും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന് ഒരു സർക്കാർ തീരുമാനിക്കേണ്ട ഒരു കാര്യം ഞാൻ ചോദിച്ചല്ലോ, എന്താണ് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ സമീപനമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. സെൻകുമാറിനെ പോലെ സർക്കാരിനെ ചോദ്യം ചെയ്യുകയും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്ത ഈ സർക്കാരിന് സെൻകുമാറിനെ കുറിച്ചൊരു അഭിപ്രായമുണ്ട്. അത് കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പല കേസുകളിലും കൃത്യമായ നിലപാടുകൾ എടുത്ത ആളല്ല എന്നുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ പൊതുജനങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന സർക്കാരാണ്. ആ സർക്കാരിൻ്റെ അതൃപ്തി നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ തലപ്പത്തേക്ക് ഇദ്ദേഹം തന്നെ വരണമെന്ന് പ്രതിപക്ഷം, ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ വിഭാഗമാണെങ്കിൽ അങ്ങനെ പറയുമോ? ഞങ്ങൾ പറഞ്ഞത് എപ്പോഴാ? ഈ പറഞ്ഞ കണ്ടൻഷൻ ഗവൺമെന്റ് എടുത്തു. പുറ്റിങ്ങൽ കേസ്, ജിഷ വധക്കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രീ സെൻകുമാറിന്റെ നിലപാടുകൾ പൊതുജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന നിലപാട് ഗവൺമെന്റ് എടുത്തു. ആ നിലപാടിനെ പൂർണ്ണമായും സുപ്രീം കോടതി തള്ളി. സുപ്രീം കോടതി പറഞ്ഞു ഇതിന് സാധൂകരിക്കപ്പെടുന്ന അവൈലബിൾ ആകുകയാണെങ്കിൽ അദ്ദേഹത്തിലേക്കും വരുമ്പോൾ ചോദിക്കാം. പക്ഷേ എനിക്ക് അപ്പോഴും പെട്ടെന്നൊരു ഉത്തരം അങ്ങയിൽ നിന്ന് കിട്ടേണ്ടത്, സുപ്രീം കോടതി തള്ളിയാൽ ജനങ്ങളുടെ വികാരം, അതിൻ്റെ പുറത്ത് അധികാരത്തിലേറിയ ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനം ഇല്ലാതെ ആകുമോ? സുപ്രീം കോടതിയാണോ ഈ കാര്യത്തിൽ അന്തിമമായി നിശ്ചയിക്കേണ്ടത് ജനങ്ങളുടെ ഡിസാറ്റിസ്ഫാക്ഷൻ? അങ്ങനെ കരുതുന്നുണ്ടോ PM സുരേഷ് ബാബു എന്ന
കോൺഗ്രസിന്റെ നേതാവ്? അതിന് എന്നേക്കാൾ നല്ല ഉത്തരം പറയാൻ അവകാശവും അധികാരവും അതിനുള്ള പരിജ്ഞാനമുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഗവൺമെന്റിന് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ടോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും ചുമതലയുണ്ടോ? ഉത്തരവാദിത്വമുണ്ടോ? അത് പറയാൻ അദ്ദേഹത്തിന് കഴിയും. ഞാനത് വളരെ വ്യക്തമായി ധരിക്കുന്നു. ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പോലും അവർ അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഒരു ഒളിച്ചോട്ടമാണ്. കൃത്യമായി മറുപടി പറയാതെ ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിലേക്ക്. ശ്രീ K വരദരാജൻ, ഇക്കാര്യത്തിൽ PM സുരേഷ് ബാബു പറയുന്ന ഒരു രാഷ്ട്രീയം പശ്ചാത്തലമുള്ള വിമർശനമുണ്ട്. സർക്കാർ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നിയമിക്കുന്നുണ്ടോ സെൻകുമാറിനെ, നടപടി എടുക്കുന്നുണ്ടോ സുപ്രീം കോടതി വിധിയുടെ പുറത്ത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി എന്താണ്? ഈ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവായാലും ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ ആയാലും അവരൊക്കെ സെൻകുമാറിന് വേണ്ടി വാദിക്കുന്നതിനകത്ത് ഞാൻ ആശ്ചര്യമൊന്നും കാണുന്നില്ല. കാരണം സെൻകുമാറിനെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നിയമിച്ചത് നിയമാനുസൃതമായിട്ടല്ല നിയമിച്ചത് എന്ന കാര്യം എല്ലാവർക്കും അറിയും. മഹേഷ് കുമാർ സിംഹ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് കിട്ടേണ്ട ആ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുകയും നിലവിലുള്ള നിയമവ്യവസ്ഥകളൊന്നും പാലിക്കാതെ ഈ സെൻകുമാറിനെ DGP ആയി നിയമിക്കുകയും ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ DGP സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണ് ചെയ്തത്. അത്തരമൊരാളിനു വേണ്ടി രമേശ് ചെന്നിത്തല വാദിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അദ്ദേഹം വാദിക്കുന്നത് കേവലമായ രാഷ്ട്രീയ താൽപ്പര്യം വെച്ചുകൊണ്ടാണ്. സെൻകുമാറിനെ നിയമിച്ചതും ആ രാഷ്ട്രീയ താൽപ്പര്യം വെച്ചുകൊണ്ടാണ്. രാഷ്ട്രീയ താൽപ്പര്യം വെച്ചുകൊണ്ട് നിയമിച്ച ഒരാളിനെ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ കഴിയാവുന്നിടത്തോളം വേഗത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന വാദത്തിൽ ഒരു പുതുമയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൻകുമാറിനെ ആ സ്ഥാനത്തു നിന്നും ഇപ്പോഴത്തെ ഗവൺമെൻറ് മാറ്റിയത് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് സ്വീകാര്യമല്ലായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സുപ്രീം കോടതി വിധി വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മറ്റ് നിയമവശങ്ങൾ പരിശോധിക്കാതെ സെൻകുമാറിനെ തിരിച്ചു നിയമിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ നിയമിക്കത്തില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയോ മറ്റാരെങ്കിലും പറഞ്ഞതായും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ നിയമിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. അത്ര തിരക്ക് കാണിച്ച് അദ്ദേഹത്തെ നിയമിക്കേണ്ട ഒരു ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനില്ല. കാരണം അദ്ദേഹത്തെ നിയമിച്ചത് തന്നെ നിയമാനുസൃതമായിട്ടായിരുന്നില്ല എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം നിയമിക്കപ്പെട്ടയാളായിരുന്നു സെൻകുമാർ എന്ന DGP. കോടതി അലക്ഷ്യമാണ് ഈ സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അക്കാര്യത്തിൽ ഒരു കോടതി അലക്ഷ്യത്തിലേക്ക് ഈ സർക്കാർ നീങ്ങുന്നില്ല എന്നുള്ളത് വ്യക്തമാണോ? തീർച്ചയായും നമ്മൾ കാണേണ്ടത് ആ വിധിന്യായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 27(2) ആക്ട് പ്രകാരം ആണ് അദ്ദേഹത്തിൻ്റെ മാറ്റിയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി ആ ഉത്തരവ് റദ്ദ് ചെയ്യുമ്പോൾ ഈ ആക്ട് ഇതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് എന്തെങ്കിലും അപാകതയുണ്ട്, പരിമിതികളുണ്ട്, അപര്യാപ്തതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാതെയാണ് സുപ്രീം കോടതി ആ ഉത്തരവിനെ റദ്ദ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ഉത്തരവിൽ എവിടെയും ഇത്ര ദിവസത്തിനുള്ളിൽ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരാഴ്ചക്കാലമോ അല്ലെങ്കിൽ 5 ദിവസക്കാലമോ ഒരു ഉത്തരവ് നടപ്പാക്കിയില്ല എന്നത് ഒരു കോട്ടലക്ഷ്യത്തിന് കാരണമാകും എന്ന് ഞങ്ങൾ കാണുന്നതേയില്ല. അദ്ദേഹത്തിൻ്റെ അതിരുകടഞ്ഞുള്ള അഭിവാഞ്ച, അധികാരത്തിലെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ത്വരയാണ് അദ്ദേഹത്തെ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്നത്. ശരി, അങ്ങനെ സുപ്രീം കോടതിയിൽ അദ്ദേഹം കേസ് കൊടുത്ത് കോടതിയലക്ഷ്യ കേസ് കൊടുത്ത് കയറിക്കളയും എന്നുള്ള ഭീഷണി മുഴക്കി ഈ ഗവൺമെൻറ്റിനെ വരുതിയിലാക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. തീർച്ചയായും കോട്ടലക്ഷ്യം പരിശോധിക്കാൻ ഉള്ള സമയമായിട്ടില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയും. കോടതി ആ നിലയിലേ ഇത് പരിഗണിക്കാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കൾ ഒരു കാര്യത്തിൽ ഉത്തരം പറയാതെ
ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതും ഇപ്പോൾ ശ്രീ കെ വരദരാജൻ സർക്കാർ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് വിശദീകരിച്ചതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ സെൻകുമാറിന് അനുകൂലമായി വന്ന വിധിയുടെ തുടർ നടപടികൾ എന്താകണം എന്ന കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് പോകുകയാണ്. നിയമപരമായ അതിൻ്റെ സമയപരിധി എടുത്ത് കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ആ ജഡ്ജ്മെൻ്റൊക്കെ കിട്ടിയിട്ട് 2-3 ദിവസമേ ആകുന്നുള്ളൂ. അതിന് ഇടയ്ക്ക് എടുക്കേണ്ട നിയമോപദേശം തേടി മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെ കോടതി അലക്ഷ്യത്തിലേക്ക് പോകുന്നത് ഒരു വലിയ തിടുക്കം സെൻകുമാർ കാണിക്കുന്നതായിട്ടല്ലേ തോന്നിക്കുക? ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ദോഷം സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ക്ലാരിറ്റി കുറവൊന്നുമില്ല. ആകെയുള്ള ക്ലാരിറ്റി കുറവ് സത്യത്തിൽ സംസ്ഥാന സർക്കാരാണ്. കാരണം ഇതിൽ കോൺസിക്വൻഷ്യൽ ആയിട്ട് പല പോസ്റ്റിംഗ് നടക്കേണ്ടി വരും. അതും സെൻസിറ്റീവ് ആയിട്ടുള്ള പല പോസ്റ്റിംഗ് ആണ്. അങ്ങനെ പോസ്റ്റിംഗ് നടക്കുമ്പോൾ സർക്കാരിന് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് സർക്കാർ കൂടുതൽ ഡിഫൻസീവ് മോഡില് ക്ലാരിറ്റി മാത്രം ഓർഡർ വേണ്ടി പോകുന്നത്. സെൻകുമാറിന്റെ ക്ലാരിറ്റി ഇപ്പോൾ കൺസെപ്റ്റ് പെറ്റീഷൻ വായിച്ചാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാലും നമുക്കറിയാം ഹി ഈസ് പ്ലേയിങ് എ ഷാഡോ ഗെയിം ആസ് എ ചീഫ് സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ടാർഗറ്റ് പോലും ഇന്നത്തെ ചീഫ് സെക്രട്ടറിക്കെതിരെയാണ്. ചീഫ് സെക്രട്ടറി ആണ് ഈ ഓർഡർ ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്നും ആ റിപ്പോർട്ട് റോങ് ആയപ്പോഴും അതിനെതിരെ നടപടികൾ സംസ്ഥാന സർക്കാർ എടുക്കണം എന്നുള്ള രീതിയിൽ വരെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ വായിച്ചു പോകും നമുക്ക് ഉണ്ട് അദ്ദേഹം സർക്കാർ അല്ല ഇതിലെ ടാർഗറ്റ്. എന്തായാലും അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്ക് ഞാൻ തിരിച്ചു വരാം. ദൃശ്യവുമില്ല, ശബ്ദവുമില്ല, അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെൻകുമാറിന് അദ്ദേഹത്തിൻ്റെ ഭാഗം അറിയാം. അദ്ദേഹത്തിന് കിട്ടിയ വിധിയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ആളാണ് സെൻകുമാർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തലപ്പത്തുള്ള ചീഫ് സെക്രട്ടറി ഒക്കെ കാണിക്കുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പെരുമാറ്റം, അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് ഇത് കൃത്യമായി നടപ്പിലാക്കുന്നത് വൈകിക്കുന്നതിന് എന്തോ ഒരു ഡെലിബറേറ്റായ ഒരു ശ്രമമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പെട്ടെന്ന് കോടതിയെ സമീപിക്കുന്നു എന്നുള്ളത് ഒരു ന്യായീകരണമായി കാണേണ്ടതുണ്ടോ? അല്ല, ഏത് കക്ഷിയെ സംബന്ധിച്ചും തനിക്ക് അനുകൂലമായി കിട്ടുന്ന കോടതി വിധി എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ തൽക്ഷണം നടപ്പാക്കി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകും. അത് സെൻകുമാറിനും ഉണ്ടാകും. കാരണം സെൻകുമാർ കേസിൽ ജയിച്ചു, അദ്ദേഹത്തെ DGP സ്ഥാനത്ത് പുനഃസ്ഥാപിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞതായി നമ്മളെല്ലാവരും ആ സമയത്ത് തൽക്ഷണം TV-യിലൊക്കെ കണ്ടതാണ്, ചർച്ചകൾ വന്നതാണ്. സെൻകുമാർ തന്നെ അന്ന് TV-യിൽ പ്രത്യക്ഷപ്പെട്ട് പല കാര്യങ്ങളും വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ശരിയാണ്, അത് ന്യായമായ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇനി അദ്ദേഹത്തിന് അധികം കാലം സർവീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ആ പദവിയിലേക്ക് വരണം താല്പര്യമുണ്ടാകും. കാരണം താൻ ജയിച്ചു, ആ ജയം സ്ഥാപിക്കണമെങ്കിൽ ആ കസേരയിൽ അദ്ദേഹം യൂണിഫോം ഇട്ട് വന്നിരിക്കണം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അതല്ല പ്രശ്നം. സർക്കാരിന് ഒരു വിധി വന്നിരിക്കുന്നു, ആ വിധിയുടെ പകർപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TV-യിൽ കണ്ടാൽ പോരാ, സർക്കാരിന് അതിൻ്റെ പകർപ്പ് കിട്ടണം, സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കിട്ടണം. അത് കിട്ടിയാൽ അത് വായിച്ചു നോക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അല്ല, അത് വായിക്കുന്നതിനാണ് നിയമ സെക്രട്ടറി ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, അങ്ങനെ പലരുമുണ്ട്. ആ പരിശോധനയൊക്കെ നടക്കുന്നതിന് അല്ലെങ്കിൽ സർക്കാരിന് സംശയങ്ങളുണ്ടെങ്കിൽ സംശയം തീർക്കുന്നതിന് വ്യക്തത വരുത്തുന്നതിന് ഉള്ള സമയം ഇനിയും ആയിട്ടില്ല. എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ സെൻകുമാർ സർക്കാരിനെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കാം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടെ ഈ കോടതി ലക്ഷ്യ ഹർജി നൽകുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേണ്ടി ഫീസ് വാങ്ങാതെ വാദിക്കാൻ ഡൽഹിയിൽ വക്കീൽമാർ ഉണ്ട് എന്ന കാരണം കൊണ്ട് കൂടെ ഹർജിയുമായി അദ്ദേഹം അങ്ങോട്ട് പോകണമെന്നില്ല. അത് അദ്ദേഹം ഇവിടെ വഹിക്കാൻ പോകുന്ന പദവി, അതിന് ആ പദവി നൽകില്ല എന്നാരും പറഞ്ഞിട്ടില്ല, വഹിക്കാൻ പോകുന്ന പദവിക്ക് ചേർന്നതല്ല. ശ്രീ PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങളിൽ സർക്കാരും സെൻകുമാറും എവിടെ നിൽക്കുന്നു എന്നുള്ളത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സെൻകുമാറിൻ്റെ കാര്യത്തിൽ സർക്കാരിനുള്ളൊരു നിലപാട് എന്തായാലും വ്യക്തമാണ്. സെൻകുമാർ
DGP ആയി അതല്ലെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത്, നിങ്ങളുടെ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലീസ് എടുത്ത ചില നടപടികളിൽ ഈ സർക്കാരിന് അതൃപ്തിയുണ്ട്. ഈ സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ജനങ്ങളുടെ അതൃപ്തിയാണ് ഈ സർക്കാരിൻ്റെ അതൃപ്തിയായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ അതൃപ്തിക്ക് ഒരു കാര്യവും ഇല്ലാതെ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ നിയമിക്കാം എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു നിലപാടെടുക്കുന്നുണ്ടോ? ഡോക്ടർ ലാലെ, ഞാൻ ഇതിനകത്ത് താങ്കൾ ഡിറൈവ് ചെയ്യുന്ന ഉത്തരത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഗവൺമെൻറ്റിന് അതൃപ്തിയുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സെൻകുമാറിന് അതൃപ്തിയുണ്ട്. ഇതൊക്കെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മുടെ വ്യവസ്ഥകളാൽ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അത്തരം നടപടികളിൽ അദ്ദേഹത്തെ പാലിക്കാതെ അദ്ദേഹത്തെ രണ്ടാമത്തെ ദിവസം തന്നെ നീക്കിയതിനെതിരെ അദ്ദേഹം 2 കോടതികളിൽ പോയപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയും പരമോന്നത കോടതിയിൽ വെച്ച് അദ്ദേഹത്തിന് നീതി കിട്ടുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റിയപ്പോൾ അതിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് സർക്കാർ ചൂണ്ടിക്കാട്ടിയ 2 കാര്യങ്ങൾ, അതായത് പുറ്റിങ്ങൽ കേസും ജിഷ കേസും, അത് പബ്ലിക് ഡിസാറ്റിസ്ഫാക്ഷൻ സെൻകുമാറിന് നേരെ ഉണ്ടാകുന്നത് ആണ് എന്ന് കോടതിക്ക് തോന്നുന്നില്ല, സർക്കാരിന് തോന്നുന്നു, കോടതിക്ക് തോന്നുന്നില്ല. അത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ കോടതികൾ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലുള്ള അതൃപ്തി സർക്കാർ തീരുമാനിക്കുന്നതിനെ മാറ്റി നിശ്ചയിക്കുന്നതിൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെതായ നിഗമനമാണത്. ഞാനാണ് പറയുന്നത് സർക്കാർ ചെയ്യേണ്ടുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അദ്ദേഹത്തെ നീക്കിയത് എന്ന് എൻ്റെ ഒരു നിഗമനമാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞത് ഗവൺമെന്റ് പറഞ്ഞ കാരണങ്ങൾ കോടതിക്ക് ബോധ്യമായിട്ടില്ല. കോടതിക്ക് ബോധ്യമാകാതെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. ആ ഉത്തരവ് നടപ്പാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇത് ബ്ലാങ്കറ്റായി കോടതികൾ എല്ലാം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് തീരുമാനിക്കണമെന്ന് പറയുന്നവരുടെ ഗണത്തിൽ നിങ്ങൾ എന്നെ പെടുത്താൻ ശ്രമിക്കേണ്ട. ഞാൻ അതിനല്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങളും കൂടി ഭരണനിർവഹണത്തിന്റെ ഭാഗമായി ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിന് പാത്രീഭൂതമാകുന്ന ആളുകൾ നിയമ നടപടികൾ സ്വീകരിച്ചാൽ ആ നിയമ നടപടികളിലേക്ക് കൂടെ തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള വകുപ്പും കൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് പാലിച്ചാണ് മാറ്റിയത് എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങ് പറയുന്നു അതല്ല എന്ന്. പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ഇനിയും അദ്ദേഹത്തെ നിയമിക്കുന്ന കാര്യത്തിൽ ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നിയമിക്കാൻ പറ്റുമോ എന്നുള്ള ആ നടപടിക്രമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും? അല്ല, ഇതിനകത്ത് നടപടിക്രമങ്ങൾ പാലിച്ചു എന്നും പാലിച്ചിട്ടില്ല എന്നുമുള്ളത് ഒരു ആപേക്ഷികമായ ഒരു സന്ദേശമാണത്. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയൂടാ. കാരണം നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം, ഞങ്ങൾ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിന്റെ ജനവിധിയുടെ പ്രതിഫലനമായി ഞങ്ങൾ കാണുന്നതിൽ ഇദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നത് ഭരണകൂടത്തിന്റെ തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് ഭംഗിയുള്ളതല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റേണ്ടതാണ് എന്നൊരു ഡിഫൻസ് സുപ്രീം കോടതിയിൽ എടുത്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നല്ല ഒരു വിധി ഗവൺമെന്റിന് അനുകൂലമായി കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ആപേക്ഷികമാണത്. ഗവൺമെന്റിന് അനുകൂലമായി ഒരു വിധി ഉണ്ടാകണമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫൻസ് എടുത്താൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ PM സുരേഷ് ബാബു പറയുന്നത്. അതായത് ഈ കാര്യത്തിൽ സെൻകുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ല,
മാറ്റുന്നതിനെടുത്ത ഡിഫൻസിന്റെ കാര്യത്തിൽ ആണ് ഇപ്പോൾ സർക്കാരിനോട് എതിർപ്പുള്ളത് ശ്രീ PM സുരേഷ് ബാബുവിന്. അങ്ങനെ മനസ്സിലാക്കട്ടെ. ആദ്യത്തെ ആ വാചകം അങ്ങോട്ട് മാറ്റിക്കളെ. തർക്കമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ പോയിന്റിൽ ഗവൺമെന്റിന് സേവ് ചെയ്യാൻ ഗവൺമെന്റിന് ചെയ്യാമായിരുന്ന കാര്യമാണ്. ശ്രീ K. വരദരാജൻ അതിനൊരു മറുപടി. ഇദ്ദേഹം പറയുന്നത് ഒരു കാരണം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ബാബു പറഞ്ഞ കാര്യം ശരിയാണ്. സെൻകുമാറിനെ മാറ്റുന്നതിന് കാരണമായി ഉയർന്നു വന്ന ജനകീയ പ്രശ്നമായ കുറ്റിങ്ങൽ സംഭവവും ജിഷ വധക്കേസും പറയുന്നതിന് പകരം ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്ത ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു വേണ്ടത് എന്നാണ് പറയേണ്ടിയിരുന്നത്. ഗവൺമെൻറ്റിന് താല്പര്യമില്ലാതായത് എന്തുകൊണ്ടാണ്? ഇത്തരം വളരെ ജനകീയമായി ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിന്മേൽ ഇദ്ദേഹം എടുത്ത ഉത്തരവാദിത്വരാഹിത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരവാദിത്വരാഹിത്യമാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അദ്ദേഹത്തെ അസ്വീകാര്യനാക്കിയത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, കോടതി നിശ്ചയിക്കുന്നത് പോലെയാണ് നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തേണ്ടത് എന്ന് വന്നാൽ ഈ ജനാധിപത്യ ഭരണ സംവിധാനം എങ്ങോട്ട് പോകും? കോടതി പറയുന്നതനുസരിച്ചാണ് എല്ലാ ഗവൺമെൻറ്റുകളും ഭരിക്കേണ്ടത് എന്ന നില വന്നാൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ നിയമനിർമ്മാണ സഭകളും പാർലമെൻറ്റായാലും നിയമസഭകളായാലും നിയമം നിർമ്മിക്കുന്നതിനെ അതിൻ്റെ നിയമസാധുതയെ സംബന്ധിച്ച് പരിശോധിക്കാനുള്ള അവകാശമേ കോടതികൾക്കുള്ളൂ. മറിച്ച് കോടതി പറയുന്നതനുസരിച്ച് നിയമനിർമ്മാണം ഉണ്ടാക്കി ഇവിടെ കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് സെൻകുമാറിനെ മാറ്റാൻ ഈ ഗവൺമെൻറ് എടുത്ത നിയമപരമായ വകുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 97(2) വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയത്. അതിന് ഗാലപ്പോൾ നടത്താൻ സാധ്യമല്ല, റഫറൻഡം നടത്തി ആളുകളുടെ മനോഭാവം അറിയാൻ സാധ്യമല്ല. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റ് ഘട്ടങ്ങളിലും ഉയർന്നു വന്ന ജനങ്ങളുടെ ഇടയിലെ വികാരമാണ്. ആ വികാരത്തെയാണ് സംസ്ഥാന ഗവൺമെൻറ് അത് കോടതി മനസ്സിലാക്കിയില്ല. കോടതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കീഴ്ക്കോടതിയിൽ ഈ കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹം 2 സ്ഥലത്തും പരാജയപ്പെട്ടു. ഒരു അപ്പീൽ പരിശോധിക്കുമ്പോൾ പുതിയ തെളിവുകൾ കൊടുക്കുകയും പുതിയ തെളിവുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നടപടിയില്ല. ഇവിടെ അസാധാരണമായ നടപടിക്രമങ്ങൾ സുപ്രീം കോടതി സ്വീകരിച്ചു. അസാധാരണമായ ചില പാചകങ്ങൾ സുപ്രീം കോടതി അതിൻ്റെ വിധിന്യായത്തിൽ കൊണ്ടുവന്നു. അതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനാധിപത്യ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനും ആ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിനും അവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. തിരിച്ചു വരാം. ആ കാര്യത്തിൽ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവും അതേ നിലപാട് തന്നെയാണ്, പക്ഷേ വ്യത്യസ്ത ഭാഷയിലാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ ഈ സെൻകുമാറിന് അദ്ദേഹത്തിന്റെ ഭാഗം വ്യക്തമായിട്ട് അറിയാം. അത് ക്ലിയർ ആക്കാൻ വേണ്ടി അദ്ദേഹം കോടതി അലക്ഷ്യം സർക്കാർ കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതേസമയം സർക്കാർ ഈ കാര്യത്തിൽ ഒരു 2-3 ദിവസമായി നടപടിക്രമങ്ങൾ പാലിച്ച് നിയമ സെക്രട്ടറിയുടെ ഉപദേശം തേടി ആ ഉപദേശത്തിൻ്റെ പുറത്ത് AGയുടെയും മറ്റ് ലീഗൽ കൗൺസിലുകളുടെയും ഉപദേശവും തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കോടതി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ. ആ നിലയ്ക്ക് കോടതി അലക്ഷ്യം ആ രീതിയിൽ സുപ്രീം കോടതി കാണുമോ? അതെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇതില് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് ഈ ഇദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. നമുക്ക് തൽക്കാലം ഡൗട്ട് പക്ഷേ റെസ്പോൺസിബിൾ ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഗവൺമെന്റിന് ഇതിൽ ക്ലാരിറ്റി വരുത്തി തന്നെ ബാക്കി അപ്പോയിന്റ്മെന്റ്സും നടത്താനുണ്ടാവും. കോൺസിക്വൻഷ്യൽ ആയിട്ട് കുറെ ഇഷ്യൂസ് വരും. അതിലെല്ലാം ക്ലാരിറ്റി വന്നാലേ അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിലേ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. 27/4 ഈവൻ അക്കോർഡിംഗ് ടു ഈ കണ്ടന്റ് പെറ്റീഷനിലാണെങ്കിൽ പോലും അദ്ദേഹം ആ സർട്ടിഫൈഡ് കോപ്പി കൊടുത്തിട്ടുള്ളൂ, ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ കൊടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിന്റെ 29/4 ഇന്ന് 2ാമത്തെ ദിവസമായിട്ടുള്ളൂ. AGയോട് ഒരു ഒപ്പീനിയൻ ചോദിച്ചിരിക്കുകയാണ്. ഈ AGയോട് ഒപ്പീനിയൻ ചോദിച്ചിരിക്കുന്നത് പോലും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ ലോ സെക്രട്ടറി ആണെങ്കിൽ പോലും AGയോട് ഒരു ഒപ്പീനിയൻ എടുക്കാനും വേറെ ലോയേഴ്സിനെ കൺസൾട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ക്ലാരിറ്റി ആവശ്യമില്ല എന്നുള്ളത്. TP സെൻകുമാറിനെ സംബന്ധിച്ചോളം TP സെൻകുമാറിന്റെ ടാർഗറ്റ് ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. TP സെൻകുമാർ ഈ കണ്ടംപ്റ്റ് പെറ്റീഷനിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള നളിനി നെറ്റോയാണ് അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. അദ്ദേഹം പറയുന്നത് ആ റിപ്പോർട്ട് മാനിപ്പുലേറ്റഡ് ആണ്.
ആ റിപ്പോർട്ട് വെച്ചാണ് അദ്ദേഹത്തിനെ പോസ്റ്റിൽ നിന്ന് മാറ്റിയത്. എന്നാൽ നളിനി നെറ്റോവിനെ പാർട്ടി ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ലിറ്റിഗേഷനിൽ പാർട്ടി ആക്കിയിട്ടുണ്ടായിരുന്നില്ല, സുപ്രീം കോടതിയിൽ അവർ പാർട്ടി ആയിരുന്നില്ല. പേഴ്സണൽ അലിഗേഷൻസ് അവർക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെ പാർട്ടി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഈ ഷാഡോ ഗെയിം ഇദ്ദേഹത്തിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നളിനി നെറ്റോവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറയാം, ഇദ്ദേഹത്തിന് ഈ ഓർഡർ കിട്ടിയെന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അന്നും അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെന്റിനെ അല്ല ബ്ലെയിം ചെയ്യുന്നത്, പകരം നളിനി നെറ്റോവിനുള്ള ഇന്നത്തെ ചീഫ് സെക്രട്ടറിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്ലാരിറ്റി നമുക്കിപ്പോ വളരെ വ്യക്തമാവുന്നത് ഈ കണ്ടംപ്റ്റ് പെറ്റീഷനിൽ നിന്ന്. അദ്ദേഹം ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ചീഫ് ശരി, ഞാൻ തിരിച്ചു വരാം. പക്ഷെ ആ കാര്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നളിനി നെറ്റോയിലേക്ക് നേരിട്ട് വിമർശനം വരുന്നത്. പല ഘട്ടങ്ങളിലും സർക്കാരിനെ വിമർശിക്കുന്നതായി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടി പി സെൻകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രഞ്ജിത്ത് മാരാരോട് ഞാൻ ചോദിച്ച അതേ ചോദ്യം ഞാൻ താങ്കളോടും ചോദിക്കുകയാണ്. ഈ സർക്കാർ ഈ കാര്യത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വാദം അവർക്കുണ്ട് ഈ സമയത്തിനകത്ത് തന്നെ. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ പറയുമ്പോൾ ഈ കോർട്ട് ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് എന്ത് നിലപാടുണ്ടാകാം ഈ കേസ് പരിശോധിക്കുമ്പോൾ? ഒന്ന്, കൂടാതെ ഇപ്പോൾ പുതുതായി ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കുമോ? ഇതാ ഇപ്പോൾ 6 വിജിലൻസ് കേസുകളുടെ കാര്യങ്ങൾ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഈ ഉദ്യോഗസ്ഥ തർക്കത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് മാരാർ സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ കൂടി മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപുള്ള ചില കേസുകൾ കൂടി ഈ വിജിലൻസ് കൈകാര്യം ചെയ്തിരുന്നതിൻ്റെ ഫയൽ എവിടെ പോയി എന്ന് സർക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സർക്കാരിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതൃപ്തിയുള്ള ഈ ഉദ്യോഗസ്ഥനെ തിരിച്ച് വലിയ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ട തർക്കമാണ് കോടതി അലക്ഷ്യവുമായി പോകുന്നത്. സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ എന്ത് പരിഗണന വരാം സുപ്രീം കോടതിക്ക്? സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് സർക്കാർ ഒഴിയുന്നതായി ഇതുവരെ ഒരു പ്രസ്താവന നമ്മൾക്ക് കണ്ടിട്ടില്ല. മാത്രവുമല്ല, ആ വിധി ഉന്നത തലത്തിൽ സർക്കാർ പരിശോധിക്കുന്നു, പഠിക്കുന്നു, അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ാണ് ഈ കോടതിയലക്ഷ്യ ഹർജി വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയലക്ഷ്യ ഹർജിക്കുള്ള ഒരു സമയം ആയിട്ടില്ല. ഒരു പാകമാകുന്നതിന് മുമ്പ് ആ ഹർജി ഫയൽ ചെയ്തു എന്ന ഒരു ന്യൂനത അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, നടപ്പാക്കില്ല എന്ന് സർക്കാർ പറയുന്നില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അത് കാര്യങ്ങളിൽ കുറച്ചുകൂടി പഠിക്കണം, അല്പം കൂടി വ്യക്തത ആവശ്യമുണ്ട്. അത് വരുത്തുന്നതിനുള്ള പരിശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതിയിൽ വന്നാൽ സുപ്രീം കോടതി ഉടൻ തന്നെ അതിൽ ഇടപെട്ട് എന്തെങ്കിലും കർശനമായ ഉത്തരവ് നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ സുപ്രീം കോടതിയാണ്, അവിടെ എന്തും സംഭവിക്കാം. ഈ കേസിൽ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ആവശ്യമില്ലാത്ത പല പരാമർശങ്ങളും നടന്നിട്ടുണ്ട്. ഇനിയും കോടതി വലുതും പറഞ്ഞു എന്ന് വരാം. അതൊന്നും ഞാൻ ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ സെൻകുമാറിനെതിരെ ഇപ്പോൾ പുതുതായി ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. വിജിലൻസ് കേസുകളിൽ വിവരങ്ങൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കോടതിയലക്ഷ്യ ഹർജിയിലല്ല, അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു തിരുത്തൽ ഹർജിയിലൂടെ മറ്റോ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും ആകാം. ഏതായാലും സുപ്രീം കോടതിയെ ധിക്കരിക്കുന്നു എന്ന ഒരു ധാരണ കോടതിക്ക് നൽകാതെ ഈ വിഷയത്തിൽ എപ്രകാരമാണ് നീതിയുക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്ന കാര്യത്തിലാണ് സർക്കാർ ഇനി ശ്രദ്ധിക്കേണ്ടത്. ശരി, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സർക്കാർ ആ കാര്യത്തിൽ അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് നിയമങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് സർക്കാരിന് വേണ്ടി ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ വരദരാജൻ പറയുന്നുണ്ട്. ആ കാര്യം സർക്കാരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തവുമാണ്. അപ്പോൾ ഇവിടെ ഈ തിടുക്കത്തിൽ സെൻകുമാർ ഇങ്ങനെ പോയി വീണ്ടും സർക്കാരിന് അപകീർത്തി ഉണ്ടാകുന്നു. ഏത് പോസ്റ്റിലേക്കാണ് വരാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. അതിനിടയിലാണ് ഈ പുതിയ വിജിലൻസ് കേസുകളുടെ കാര്യം പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ ആകുമ്പോഴും സെൻകുമാർ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ കോടതി അലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നത് എന്നത് വ്യക്തമല്ലേ? സമയമായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. പക്ഷേ മെയ് 9 വരെ മാത്രമേ സുപ്രീം കോടതി പ്രവർത്തിക്കുന്നുള്ളൂ. പിന്നെ ജൂലൈയിലാണ് അടുത്ത സെഷൻ വരുന്നത്. അതിനു മുൻപ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് തനിക്ക് അനുകൂലമായി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു വ്യഗ്രത അദ്ദേഹത്തിനുണ്ട്. ആ വ്യഗ്രതയുടെ പുറത്ത് ഒരു സർക്കാരിനെതിരെയുള്ള അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള നടപടി ഉണ്ടാകുന്നത് ഇത്തരം പോസ്റ്റിലേക്ക് വരുന്ന ഒരാൾ ചെയ്യാൻ പാടുള്ളതാണോ?
സെൻകുമാർ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സെൻകുമാർ ഗവൺമെന്റിന്റെ ശത്രുവായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഓൾ ഡിഫൻസ് അവൈലബിൾ ടു ഹിം, ഹി വിൽ റെസ്റ്റോർ. അതിനുവേണ്ടി അദ്ദേഹം പോകും. അതിനയാളെ തടയാനൊന്നും നമുക്കാർക്കും നിവൃത്തിയൊന്നുമില്ലല്ലോ. UDF കോൺഗ്രസോ ഒന്നും ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിയമപരമായ നീക്കത്തിലും UDF-ന്റെയോ കോൺഗ്രസിന്റെയോ നിർദ്ദേശമില്ല. അത് അദ്ദേഹത്തിൻ്റെതായ സ്വയം തീരുമാനങ്ങളാണ്. ഗവൺമെന്റ് സർക്കാർ എവിടെ എപ്പോഴാണ് സെൻകുമാറിനെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥരുടെ തർക്കം ഉണ്ടാകുന്നുണ്ടോ മനസ്സിലാക്കാം, ചില കേസുകൾ നടത്തിക്കുന്ന കാര്യത്തിൽ അതൃപ്തി സർക്കാരിനുള്ളത് മനസ്സിലാക്കാം, പക്ഷെ ശത്രുവാണ് സെൻകുമാർ. എനിക്ക് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഈ ഓഡിയോ സിസ്റ്റം ഒരു വസ്തു കേൾക്കാൻ കഴിയുന്നില്ല. ഒരു വസ്തു കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം, അത് ശരിയാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ കെ വരദരാജൻ, ഇപ്പോൾ ശ്രീ PM സുരേഷ് ബാബു പറയുന്നത് പോലെ ഒരു ശത്രുത സെൻകുമാറിനോട് നേരത്തെ പ്രഖ്യാപിച്ച് പടവെട്ടി ഒഴിവാക്കുകയാണോ അദ്ദേഹത്തെ? ആ രീതിയിൽ കാണേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സെൻകുമാറിനെ DGP സ്ഥാനത്തു നിന്ന് ഈ ഗവൺമെൻറ് മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനോ പദവിക്കോ അദ്ദേഹത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളിലോ ഒന്നും മാറ്റം വരുത്താതെയാണ് അദ്ദേഹത്തെ IMGയുടെ ഡയറക്ടറായി മാറ്റി നിയമിച്ചത്. അദ്ദേഹത്തെ പോലെ ഒരാൾ DGP സ്ഥാനത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം കൊടുത്ത കേസിന്മേൽ ഒരു കോടതി തന്നെ ചോദിച്ചല്ലോ. നിങ്ങൾ ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണം എന്നിത്ര ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ്? ഒരു ഗവൺമെൻറ്റിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് ഞങ്ങളല്ല. ഇവരെല്ലാം പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട കോടതിയാണ് ചോദിച്ചത്. അങ്ങനെ യാതൊരു തരത്തിലും അദ്ദേഹത്തോട് വിവേചനം കാണിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ നടപ്പാക്കുന്നതിന് ഈ ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് സാധ്യമല്ല എന്നത് സുപ്രീം കോടതി വിധിക്ക് ശേഷം സെൻകുമാർ നടത്തിയ ചില പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തെ DGP-ആയി സംസ്ഥാന ഗവൺമെൻറ് നിയമിച്ചില്ല. കോടതി ഉത്തരവിൻ്റെ മറവിൽ അദ്ദേഹം സ്വയം DGP-ആയി പ്രഖ്യാപിക്കുകയും ഞാൻ അധികാരത്തിൽ വന്നാൽ, ഞാൻ DGP ആയാൽ ആരും പറയുന്നത് ഞാൻ കേൾക്കില്ല, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമൊന്നും എനിക്ക് ബാധകമല്ല, സ്ഥലം മാറ്റ കാര്യങ്ങളിലെല്ലാം ഞാൻ വളരെ സുതാര്യമായി ചെയ്തു കളയും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കുമെന്നെല്ലാം അദ്ദേഹം പത്രക്കാരോട് പറയാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന് എന്താ അധികാരം, എന്താണ് അവകാശം? അപ്പോൾ അദ്ദേഹം എല്ലാ സമയത്തും ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ്. ഗവൺമെൻറ് അല്ല അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്തിയത്, സെൻകുമാറാണ് തുടക്കം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിനെ ശത്രുപക്ഷത്ത് നിർത്തി അദ്ദേഹം നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട്, സർക്കാർ ജീവനക്കാരൻ്റെ പെരുമാറ്റച്ചട്ടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി ഗവൺമെൻറ്റിനെതിരായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുകയും അദ്ദേഹം പുതിയതായി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുമ്പോൾ ഷുക്കൂർ വധക്കേസും P. ജയരാജൻ്റെ കേസും തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി അവിടെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതിൽ നിന്നും സെൻകുമാർ കൃത്യമായ രാഷ്ട്രീയമാണ് കളിച്ചത്, അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കളിച്ചത് എന്ന കാര്യത്തിൽ അക്കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന വാദം, സെൻകുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ശ്രീ PM സുരേഷ് ബാബു കേൾക്കാമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പറഞ്ഞ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും ഈ കാര്യത്തിൽ സെൻകുമാറാണോ വിജയിക്കുന്നത്, അതോ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആണോ സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ജയിക്കുന്നത് എന്ന് പറഞ്ഞ് കൈയടിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കേണ്ട ഒരു പ്രശ്നമാണോ ഇത്? ഇതിനെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ ആകുമോ? ഈ പറയുന്ന രാഷ്ട്രീയമായ കാരണങ്ങൾ പോലും പലപ്പോഴും മാധ്യമങ്ങളിലും ഒക്കെ ഉയർത്തിയിട്ടുള്ള ഒരാളാണ് സെൻകുമാർ. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷ സർക്കാരിനും അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ആ മുന്നണിക്കുമൊക്കെ പ്രതിരോധമുണ്ടാകുന്ന രീതിയിലുള്ള ചില കേസുകൾ ചൂണ്ടിക്കാട്ടി അതിൽ ഞാൻ ഇടപെട്ടതിൻ്റെ, ഞാൻ എടുത്ത നിലപാടിൻ്റെ ദേഷ്യമാണ്, വൈരാഗ്യമാണ് എന്നോട് തീർക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു പോലീസ് മേധാവിയെ വച്ച് വേണമോ ഒരു സർക്കാർ മുന്നോട്ട് പോകേണ്ടത്? അത് സുപ്രീം കോടതി വിധിയുടെ പുറത്തായാലും നാളെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ഒരു സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഒരാളെ നിയമിക്കാൻ സുപ്രീം കോടതി വിധി ഇടുന്നു, അതിൻ്റെ പുറത്ത് സർക്കാർ മുന്നോട്ട് പോകേണ്ടി വരുന്നു, അതിൻ്റെ പുറത്തുണ്ടാകുന്ന നയങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന സർക്കാരിന് അപ്രീതിയുള്ള കാര്യങ്ങൾക്ക് ആര് മറുപടി പറയും? ജനങ്ങൾ പിന്നീട് സർക്കാരിനോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും സർക്കാർ? അതോ കോടതി അവിടെ മറുപടി പറയാൻ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളില്ലേ
ശ്രീ സെബാസ്റ്റ്യൻ പോൾ? ഈ ചെവിയിൽ വല്ലാത്ത അസ്വസ്ഥതയുടെ ശബ്ദം ഒന്ന് മാറ്റാൻ പറയണം അവിടെ. മറ്റൊന്ന്, ശബ്ദം മൊത്തത്തിൽ മാറ്റിയതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരിച്ചു വരാൻ വിധികളുണ്ടാകുമ്പോൾ അസ്വീകാര്യമാണ് എന്ന് പറയാൻ നമുക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തുടർന്നോളൂ. ശരി. സുപ്രീം കോടതി വിധി സുപ്രീം കോടതി നൽകി എന്ന കാരണത്താൽ അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ വിധി ശരിയാകണമെന്നുള്ളതല്ല. അസ്വീകാര്യമായ വിധി അസ്വീകാര്യമാണ് എന്ന് പറയുന്നതിനുള്ള അവകാശവും അതെല്ലാവർക്കും ഉണ്ട്, സർക്കാരിനുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. ഇവിടെ ഈ വിധി അസ്വീകാര്യമാകുന്നത് CPM-നോ അല്ലെങ്കിൽ LDF-നോ മാത്രമല്ല. ഭരണം മാറി മാറി വരും, പല പാർട്ടികൾ അധികാരത്തിൽ വരും. ഇപ്പോൾ കേന്ദ്രത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം മാറ്റിയതായിരുന്നു, ഗവർണർമാരെ മുഴുവൻ മാറ്റി. കേരള ഗവർണർ ഉൾപ്പെടെ മാറ്റപ്പെട്ടു. സൈനിക മേധാവിയെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയപ്പോൾ ആദ്യം ചെയ്തത് DGP-യെ മാറ്റി എന്നുള്ളത് തന്നെയാണ്. സമാനമായ കേസാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ പോലീസ് സേനയുടെ മേധാവിയായി നിയമിക്കുന്നതിനുള്ള ഒരു അവകാശം, ആ അവകാശമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്, സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത്. അത് അനുസരിക്കാം, നടപ്പാക്കാം, പക്ഷേ അത് അപ്പോഴും അത് തെറ്റാണ്. ആ തെറ്റിനെ UDF-ഓ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ രാഷ്ട്രീയ ഘടകങ്ങളാൽ ശരിവെച്ചാൽ, അത് ശരിവയ്ക്കുന്ന അവസ്ഥയുണ്ടായാൽ ഭരണം മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടാകും. ജനാധിപത്യത്തിൽ ഭരണം മാറുമ്പോൾ പല ആളെയും മാറ്റേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഒരു DGP-യെ ഭരണത്തിന് ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും സംഭവത്തെ മുൻനിർത്തി മാറ്റിയതല്ല. ഇവിടെ വലിയൊരു മാസീവായിട്ടുള്ള ഒരു ജനവിധി, ഒരു മാൻഡേറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. ആ പുതിയ ഗവൺമെൻറ്റാണ് DGP-യെ മാറ്റിയിരിക്കുന്നത്. അതിൽ സുപ്രീം കോടതിയുള്ള ഈ രീതിയിലുള്ള ഇടപെടൽ, ആ ഇടപെടൽ അത് എൻ്റെ അഭിപ്രായം, ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. എങ്കിലും അത് നമുക്ക് അനുസരിക്കേണ്ടി വരും, കാരണം അതിനപ്പുറത്ത് അപ്പീലില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുന്നതിന് 1-2 ദിവസം സർക്കാർ അധികമെടുത്തു എന്നതിൻ്റെ പേരിൽ ഉടൻ തന്നെ ഒരു കുതിക്കറിവുമായി സുപ്രീം കോടതി ഇതിനെ ഞാൻ കാണിച്ചു തരാം എന്ന മട്ടിൽ പോകുന്ന ഒരു DGP-യെ വെച്ചുകൊണ്ട് 2 മാസമെങ്കിൽ 2 മാസം എങ്ങനെയായിരിക്കാം ഈ സർക്കാർ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. ശ്രീ K. വരദരാജൻ, അത് ഈ സർക്കാർ നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. ഈ സർക്കാരിന് അതിന് എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇനി നോക്കിക്കാണേണ്ട കാര്യമാണ്. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും തന്ത്രങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങൾ ഇനി ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെയും അട്ടിമറിച്ചുകൊണ്ട് മറ്റു തൂണുകൾ, ജനാധിപത്യത്തിൻ്റെ മറ്റു തൂണുകൾക്ക് ഈ നിയമസഭയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരങ്ങൾ പകർന്നു കൊടുക്കുന്ന, അവർക്ക് എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുന്ന, ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം അവസ്ഥകൾ ഭാവിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? അതിനുള്ള ഒരു മുന്നൊരുക്കം ഇപ്പോഴുണ്ടോ, ഇതൊരു ഘട്ടമായി കണ്ടുകൊണ്ട്? ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പ്രകാശ് സിംഗ് കേസിലാണെൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമാണല്ലോ പോലീസ് ആക്ട് പുതുക്കി നിശ്ചയിച്ചത് 2011-ൽ. അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് സബ്ജക്റ്റ് കമ്മിറ്റിക്കല്ല വിട്ടത്, സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. എല്ലാ ജില്ലകളിലും ജനങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തി സമഗ്രമായൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നു. ആ നിയമനിർമ്മാണത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകുന്ന ഒരു അധികാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 97(2)(e)യിൽ നിക്ഷിപ്തമായത്. അങ്ങനെ വരുമ്പോൾ അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു ഉദ്യോഗസ്ഥനെ മാറ്റുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ പോകുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒബ്ജക്റ്റീവായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു അവ്യക്തത യഥാർത്ഥത്തിൽ ആ നിയമത്തിലുണ്ട് എന്നിപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അവ്യക്തത മാറ്റേണ്ടതുണ്ട് എന്നതാണ് ഇനിയിപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം. യഥാർത്ഥത്തിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് മാറിയാൽ ആ ഗവൺമെൻറ്റിന് അത്തരം ചില ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള അധികാരാവകാശങ്ങൾ നിലനിന്നിരിക്കുന്നില്ല എങ്കിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനും ഭരിക്കാൻ സാധ്യമല്ല. 2 വർഷക്കാലത്തേക്ക് അദ്ദേഹത്തെ മാറ്റിക്കൂടാ എന്ന് നിഷ്കർഷിച്ചാൽ 2 ഉദ്യോഗസ്ഥൻ കയറി അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധിയെ തീരും. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഏത് മുന്നണി ഗവൺമെൻറ് ആകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെൻറ് ആകട്ടെ,
ആ ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യപരമായ അവകാശങ്ങളെ ധ്വംസിക്കുന്നതാണ് ഇത്തരം നീക്കങ്ങൾ. അത്തരം നീക്കങ്ങൾക്ക് അക്കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അവർ കാത്തിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ കാര്യത്തിൽ ശ്രീ സെൻകുമാറിന്റെ കേസിൽ കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്ന കേസിൽ സുപ്രീം കോടതി എന്ത് മറുപടി പറയും? സർക്കാരിനൊരു കൊട്ടുകൊട്ടുകയാണെങ്കിൽ അത് അവർക്ക് ആഘോഷമാണ്, സർക്കാരിനത് പ്രതിസന്ധിയും ആകില്ലേ? അങ്ങനെ ഒരു പേടിയുണ്ടോ? സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും, നടപടിക്രമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഈ തരത്തിൽ കോടതി അലക്ഷ്യം ഉണ്ടാകുമെന്നൊരു പേടി സർക്കാരിനുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഞാനതാണ് പറഞ്ഞത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം ഒരു പ്രശ്നമല്ല, ജനാധിപത്യപരമായി ഏത് ഗവൺമെൻറ്റിനെയും ഭാവിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ആ ജനാധിപത്യപരമായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയോ കൊട്ടോ ഇതൊക്കെ കിട്ടിയെന്നുള്ളത് അത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി. ഇതേതെങ്കിലും വ്യക്തിയുടെ ജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ പ്രശ്നമല്ല. ഇതേതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ജയപരാജയങ്ങളുടെ പ്രശ്നമാണ്. ആ സംവിധാനത്തിൻ്റെ ജയപരാജയങ്ങളുടെ പ്രശ്നത്തിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എവിടെ നിൽക്കുന്നു? ഒരു ഉദ്യോഗസ്ഥന് കീഴ്പ്പെടേണ്ടതാണോ? ഇന്ത്യയിലെ ജനാധിപത്യപരമായി കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്, ഇന്ത്യയിലൊരു ഗവൺമെൻറ് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിനനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു ഗവൺമെൻറ് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യം എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. ശരി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ അങ്ങ് മറുപടി പറയുകയാണെങ്കിൽ, ഈ കാര്യം ഇതുപോലെയുള്ള സമാനമായ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഇടപെട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചില കേസുകളിൽ കണ്ടതാണ്. ആധാറിൻ്റെ കാര്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കാര്യത്തിൽ സുപ്രീം കോടതി നിർബന്ധമാക്കരുത് എന്ന് പറഞ്ഞിട്ടും പാർലമെന്റ് ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ആ കേസിലാണെന്ന് തോന്നുന്നു. അതുപോലൊരു കേസിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഗവൺമെന്റിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ചില ഘട്ടങ്ങളിൽ ഗവൺമെന്റിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്, കോടതി അലക്ഷ്യം ഉണ്ടാകുന്നത് ഒരു കൊട്ടായി കണ്ട് പ്രതിപക്ഷത്തിന് ആഘോഷിക്കാനുള്ള വകയായി മാറേണ്ടതുണ്ടോ? അല്ല, നമ്മളെങ്ങനെ ആഘോഷിക്കേണ്ടതായ വിഷയമേ അല്ല ഇത്. നമ്മുടെ ജുഡീഷ്യറിയുടെ സുപ്രീം കോടതി, ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാം, തെറ്റുകൾ തിരുത്താം, ഭരണഘടന അനുസൃതമായ കാര്യങ്ങൾ വ്യത്യാസം വന്നെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇവിടെ ഭരണത്തിൽ ഈ രീതിയിൽ ഒരു ജഡ്ജി ഇടപെട്ടാൽ ഉണ്ടാകുന്ന വലിയ അപകടമുണ്ട്. ഇപ്പോൾ ലാൽ ചൂണ്ടിക്കാണിച്ച കേസ് ആധാർ തന്നെയാണ്. ആധാർ പാടില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ പാർലമെന്റ് ആധാർ നിർബന്ധമാക്കി നിയമം നിർമ്മിച്ചു. ആ നിർമ്മിക്കപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതിയെ ഗവൺമെന്റ് ധരിപ്പിച്ചു. ചില ഘട്ടങ്ങളിൽ സർക്കാരിന് ആ രീതിയിൽ ചില കാര്യങ്ങൾ കോടതിയോട് തുറന്നു പറയേണ്ടി വരും. ഇവിടെയും അങ്ങനെ ഒരു വിഷയം വന്നിരിക്കുകയാണ്. ഇവിടെയും ഒരു വിഷയം വന്നിരിക്കുന്നു. കോടതി അലക്ഷ്യമെങ്കിൽ കോടതി അലക്ഷ്യം ആ ഘട്ടത്തിലെങ്കിലും നമ്മുടെ സർക്കാരിന് കുറെ കൂടി ആർജവത്തോടെ, കുറെ കൂടി ഒരു ധൈര്യത്തോടെ ഈ ഭരണഘടനാപരമായ പ്രതിസന്ധിയെക്കുറിച്ച് സുപ്രീം കോടതിക്ക് ഒരു അവബോധം നൽകുന്നതിനുള്ള ഒരു പരിശ്രമം ഉണ്ടാകുകയും വേണം. എന്തായാലും TP സെൻകുമാർ കേസ് അതുകൊണ്ട് തന്നെ സെൻകുമാറും സർക്കാരും തമ്മിലുള്ള എന്തോ വ്യക്തിപരമായ കേസായി കാണേണ്ടതല്ല. അത് ജനാധിപത്യത്തിലെ സർക്കാരുകളുടെ അവകാശത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ഘട്ടമായി, പരീക്ഷണ ഘട്ടമായി കാണേണ്ടതാണ്. ആ ആർജവമാണ് സർക്കാർ കാണിക്കേണ്ടത് എന്ന നിരീക്ഷണം ആണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പൊതുവായി ഉയർന്നു വന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ K വരദരാജൻ, ശ്രീ PM സുരേഷ് ബാബു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.